ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതൂസ് കിച്ചൻ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ കോഴി പാലുകറിയാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ എൻ്റെ അടുക്കളയിലേക്ക് പോകാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു നാടൻ കോഴി ചെറുതായി നുറുക്കിയത്. പാലുകറിക്ക് ചെറുതായി നുറുക്കിയെടുക്കുന്നതാണ് ടേസ്റ്റ്. മസാലയായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് സാധാരണ ചില്ലി പൗഡറാണ്, കാശ്മീരി ചില്ലി അല്ല. പാലുകറി ആയതുകൊണ്ട് നമ്മൾ സാധാരണ ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. മസാലയെല്ലാം ഒരു മിക്സിയിലിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്താൻ വയ്ക്കാം. കറിക്കായി ഞാൻ 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, 5-8 പച്ചമുളക് കീറിയത്, 2 കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത്, ആവശ്യത്തിന് കറിവേപ്പില എന്നിവയാണ്. ഇതിന് 1.5 തേങ്ങയുടെ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് 1ഉം 2ഉം 3ഉം വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുതിർത്തി വെച്ച മസാലയിലേക്ക് 1 കുടം വെളുത്തുള്ളി ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. ചെറിയൊരു കുടമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കറിക്കുള്ള അരപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു ചട്ടിയിലേക്ക് സവാളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ഇടുക. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പിൻ്റെ പകുതി, പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ പകുതിയെ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ അരപ്പിൻ്റെ പകുതി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ തിരുമ്മി കൂട്ടുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിരുമ്മി കൂട്ടാം. വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിന് നെയ്യ് ചിക്കനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇനി നമ്മുടെ നാടൻ ചിക്കൻ നുറുക്കി വെച്ചത് ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായി കൂട്ടി യോജിപ്പിച്ചെടുക്കാം. പാലുകറിയിൽ ശരിക്കും നമ്മൾ വിനാഗിരിയൊക്കെ ചേർക്കാറുണ്ട്. ഇവിടെ വീട്ടിലാർക്കും വിനാഗിരി ഇഷ്ടമല്ല. അത് കാരണം കൊണ്ട് ഞാൻ വിനാഗിരി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇവിടെ അമ്മച്ചി പറഞ്ഞ് കേട്ടിട്ടുള്ളത് വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ കറി മട്ടിക്കുമെന്നാണ്. കറിക്ക് ഒരു ഇച്ചിരി പുളിയുടെ ടേസ്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അടുപ്പത്തേക്ക് വയ്ക്കാം. തിള വന്നു കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച് നല്ലോണം മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാൻ. ആവിയൊക്കെ പുറത്തേക്ക് പോകാതെ പെട്ടെന്ന് വെന്തി കിട്ടാൻ ഞാനിവിടെ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഇടികല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. മൂടി ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കണം, അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതല്ല ഇങ്ങനെ വേണ്ട, പെട്ടെന്ന് വേവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലിട്ട് അടിക്കാം. പക്ഷെ അപ്പോൾ ടേസ്റ്റ് കുറയും. ഇടയ്ക്കൊന്ന് അടിച്ചേർത്ത് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ വേകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് റെഡിയാക്കി എടുക്കാം. ഇത് നീളത്തിൽ അരിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വറുത്തെടുക്കാം. സാധാരണ ഉരുളക്കിഴങ്ങ് പച്ചയ്ക്ക് ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോൾ കറിയിലേക്ക് ഇട്ടാണ് എടുക്കുന്നത്. ഇവിടെ വീട്ടിലെല്ലാവർക്കും ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കുന്നതാണ് ഇഷ്ടം. അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കൂടിയുണ്ട്. ഏകദേശം 3/4 തൊട്ട് 1 മണിക്കൂർ വരെ എടുക്കും നാടൻ കോഴി ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ ഏകദേശം 3/4 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട്. കറിയിലെ നെയ്യൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. നാടൻ കോഴി ആയതുകൊണ്ട് നെയ്യ് ഒരുപാടുണ്ടാകും. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ വളരെ കുറവാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി കറി ഒന്ന് താളിച്ചെടുക്കാം. കറിയിലേക്ക് താളിച്ചിടാൻ ഏകദേശം 1 വാളൻ ഉള്ളി ഞാനിവിടെ ചെറുതായി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും. ഞാനിവിടെ താളിക്കാനായിട്ട് വെളിച്ചെണ്ണ അല്ല എടുത്തിരിക്കുന്നത്. ചിക്കൻ കറിയിൽ നിന്ന് തന്നെ തിരിഞ്ഞ് വന്നിട്ടുള്ള നെയ്യാണ് എടുത്തിരിക്കുന്നത്. ചീനച്ചട്ടിയിൽ ഈ നെയ്യൊന്ന് ഒഴിച്ച് ചൂടാക്കി എടുക്കാം. അപ്പോൾ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ
അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് നല്ലതുപോലെ താളിച്ചെടുക്കണം. ഇതിൻ്റെ പകുതി അരപ്പിട്ടാണ് നമ്മൾ ചിക്കൻ വേവിച്ചത്. ഇപ്പോൾ ബാക്കിയിരിക്കുന്ന അരപ്പാണിത്. തീ കുറച്ച് വെച്ച് വേണം ഇത് ചെയ്യാൻ. അരപ്പ് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോകാതെ നല്ലോണം മുരിച്ചെടുക്കണം. എന്നാലേ മസാലയുടെ ഒരു ഫ്ലേവറൊക്കെ കറിക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ അരപ്പൊക്കെ നല്ലതുപോലെ മുരിങ്ങിയിട്ടുണ്ട്. നല്ല മൂത്ത മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തിള വന്നു കഴിയുമ്പോൾ കുറച്ച് സമയം തീ കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് നമ്മുടെ തലപ്പാൽ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ചെറുതായി ഒന്ന് നുര വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. കുറച്ച് നേരം ഇതിങ്ങനെ മൂടിയിരിക്കട്ടെ. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് കറി സെർവ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് താളിച്ചിട്ട മസാലയും എല്ലാം കൂടി ഒന്ന് സെറ്റായിരിക്കും. അപ്പം നമ്മുടെ നാടൻ ചിക്കൻ പാലുകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ വറുത്ത ഉരുളക്കിഴങ്ങ് കറിയിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് ചാറ് കൂടി ആ ഉരുളക്കിഴങ്ങിന് മീതയിലേക്ക് ഒഴിച്ച് നമുക്ക് കറി എടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. അധികം എരിവൊന്നുമില്ല. പണ്ടത്തെ ഒരു രീതിയിലാണ് ഈ കറി വെച്ചിരിക്കുന്നത്. പണ്ടൊക്കെ ഞാനൊക്കെ മമ്മിയുടെയൊക്കെ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ സ്ഥിരമായിട്ട് വെക്കാറുള്ളൊരു കറിയാണ് പാലുകറി. ഇത് വെള്ളയപ്പത്തിൻ്റെ കൂടി, നല്ല ചൂട് വെള്ളയപ്പത്തിൻ്റെ കൂടി, അല്ലെങ്കിൽ പുട്ടോ ബ്രെഡോ അങ്ങനെ എന്ത് ഇതിൻ്റെ കൂടിയും യോജിച്ച് പോകുന്നൊരു കറിയാണ്. ചോറിൻ്റെ കൂടിയും എല്ലാത്തിൻ്റെ കൂടിയും യോജിക്കുന്നൊരു കറിയാണ്. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ചിക്കനും പിടിയും എന്നൊക്കെ പറയുന്ന പോലെ പിടിയുടെ കൂടിയും നല്ലതുപോലെ ചേരുന്നൊരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനൊക്കെയോ ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.